ഏയ്, മാധവൻ ചേട്ടൻ വിളിക്കുന്നു. മാധവൻ ചേട്ടൻ ആരാ? കൊള്ളാം. താൻ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? മാധവൻ ചേട്ടൻ അറിയാത്തവർ ഈ ഭൂമി മലയാളത്തിലില്ല. അദ്ദേഹം ആള് മഹാപെശക. മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. വന്ന് കാല് പിടിക്ക്. കരഞ്ഞു പറഞ്ഞ ഒരു പക്ഷെ ക്ഷമിക്കുന്നു വരും. ആളിച്ച പ്രസാദ ബാക്കിയുടെ ജോലി ചെയ്തില്ലേ മേസ്ത്രി വഴക്ക് പറയും. എടോ താൻ പോയി പറ ഇപ്പൊ വരുന്നില്ലെന്ന്. മുതലാളി ഇല്ലാത്തപ്പോ അധികാരം മുഴുവൻ സുമതിക്കായിരിക്കും. എന്നോട് പോരെന്ന് പറഞ്ഞ എന്തിനാ? അവര് വിളിച്ചത് വഴക്കിടാനാ. തനി ചട്ടമ്പികളാവന്മാര്. വാസു ഇവിടെ പുതിയ ആളല്ലേ, ആരും അറിയത്തുമില്ല. എന്താടാ ഇപ്പൊ സൗകര്യപ്പെടില്ലെന്ന് ആ സുമതിയെ പറയാൻ പറഞ്ഞു. ഞാൻ ആരാമെന്ന് പറഞ്ഞില്ലേ? പിന്നെ കുറച്ച് കൂട്ടിയും പറഞ്ഞു. എന്നിട്ട് പക്ഷെ അവനൊരു പുഴു പോലെ കരുതി. അവനോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. പൊന്നാശാനെ ഇപ്പൊ പോകണ്ട, മുതലാളി ഇവിടെ ഉണ്ട്. സാവിത്രി, സാവിത്രി. ആഹാ, എങ്ങോട്ടാ കാലത്തെ ചമഞ്ഞൊരുങ്ങി? പെണ്ണ് കാണാൻ പോവാണോ? പിന്നെ പോലെ ഒരു പെണ്ണിന്റെ ഓർമ്മ മനസ്സിലുള്ളപ്പോഴോ? അല്ല, ഒരുക്കം കണ്ടോണ്ട് ചോദിച്ചതാ. ഒരിടം വരെ ഒന്ന് പോണം. ഒരു പശുവിനെ നോക്കി വെച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ആ പടി വരെ പോയിട്ട് തിരിച്ചു വാ. ഭ്രാന്തം തുടങ്ങിയോ? ഇപ്പോഴില്ല, ഇനി വരുമോന്നും അറിയില്ല. ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങി തിരിക്കുമ്പോ നിന്നെ ശകുനം കൊണ്ടോണ്ട് പോന്ന് വിചാരിച്ച. ഓ പിന്നെ ശരി, ഇരട്ട ബ്രാഹ്മണനെയും വേശ്യയും ശകുനം കാണുന്നത് നല്ലതാ. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. സത്യത്തിന്റെ നേരെ ആട്ടിയതുകൊണ്ട് യാതൊരു കാര്യമില്ല പെണ്ണെ. ദേഷ്യം വരുമ്പോഴാണ് നിന്നെ കാണാൻ കൂടുതൽ. കാന്താരി മുളകിന്റെ നിറം ചുവപ്പാണല്ലോ. ഉച്ച വിട്ടുമോളെ. തോമാ, ആ സുമതിയെ ഞാൻ എടുക്കൂടാ. ആശാനെ അവക്ക് കിഴവനോടാ താല്പര്യം. ആ കിഴവനോട്ട് തിന്നയില്ല, അത് തിന്നാൻ വരുന്നവർക്ക് തീറ്റിക്കയില്ല. ആശാനെ അപ്പോൾ ആ സാവിത്രിയുടെ കാര്യം? അതൊരു പഴയ ചക്കട കാറിലിടാ. കൊച്ചു പുത്തൻ തിയേറ്റർ. എനിക്കാൻ എന്ത് രസമാണ്. അച്ഛാ, ആ വാസു ഇപ്പൊ സുമതിയുടെ കൂടെ ആണെന്നുള്ള കേട്ടത്. നാട്ടുകാർ പറയാനോ? അവനെ അടുത്തോളാം. ആശാലേ, എന്റെ തല, അയ്യോ എന്റെ തല കാണാനില്ല ആശാലേ. എന്ത് തല കാണാനില്ല? നിന്റെ തലക്കൊന്നും പറ്റിയില്ല, അതവിടെ തന്നെ ഉണ്ട്. പിന്നെ തലക്കകത്താണൊന്നും ഇല്ലാത്തത്. ഏതൊരു വേണം. അയ്യോ ആശാലേ, അയ്യോ വെള്ളം. പ്രാമിക്കുമോളെ. മോടെ പേര്? മോടെ അച്ഛനെവിടെ ജോലി? ബിന്ദു, ഇവിടെ വാ. വാസു ജോലി ചെയ്താൽ ഇവിടെ ഉള്ളവരുടെ കുടുംബകാര്യം ഒന്നും അന്വേഷിക്കാം. മനസ്സിലായല്ലോ? നിങ്ങൾക്കോ? ശരി മലയാളി. നാരായണ ചേച്ചിക്ക് സുഖമില്ല മോളെ, മരുന്ന് വാങ്ങിക്കാൻ പോയി.
ഇന്നെന്താ ഒറ്റയ്ക്ക്? കൂട്ടുകാരിയുടെ പോയി ചോദിച്ചു കേട്ടില്ലേ? ഓഹോ, വായ തുറന്ന മുത്ത് താഴെ പോയിരിക്കും. നോക്കി പിടിപ്പിക്കണം. ആ കിഴവന്റെ മുമ്പിൽ കൊഴിഞ്ഞാലും യാതൊരു കുഴപ്പമില്ല. ക്ഷണിപ്പേ കൊച്ചേ, ഞാനൊരാണ. ആ ഇങ്ങനെ പോയാലോ? വഴിന്ന് മാറി നിൽക്കും. വഴിയെ പോകുന്ന പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നല്ല പുരുഷൻ. ഇവിടെ നടക്കും. ഞാൻ പോട്ടെ. ഈ ചായക്ക് മധുരമില്ലല്ലോ. വേറൊരു ചായ എടുക്കും. സുമതി, ചായക്കട വെച്ച് വാസും മാധവനും തമ്മിൽ മുട്ട അടി നടക്കുന്നു.
വാസുവേട്ടൻ എന്തിനാ അവരോട് വഴക്കുണ്ടാക്കാൻ പോയത്? എന്നിട്ട് എന്ത് പറ്റി? എന്നാലും വാസുവേട്ടൻ ഒറ്റയ്ക്ക് സാരമില്ല, സൂര്യ പോയി. ഏതായാലും ഇനിയിപ്പോ വാസം അങ്ങോട്ട് പോകണ്ട. അത് ശരി, വാ നമുക്ക് പോകാം. ഞാൻ പോകും. ശരി. മാമ അമ്മ, അയ്യേ ഈ മാമന്റെ ഉടുപ്പ് മുഴുവൻ തെളിയാ. ഞാൻ നനച്ചു തരാം. സുമതി, നേരെ ഒരുപാടായി, ഞാൻ പോട്ടെ. ആ കാലന്മാര് രാത്രിയിൽ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുമോ എന്തോ. എനിക്ക് പേടിയാ. ഓഹോ, നിങ്ങൾ വാതിലടച്ച് കുറ്റിട്ട് കിടന്നോളൂ, ഞാൻ ഈ തിണ്ണയിലുണ്ടാവും. അത് പേടിക്കണ്ട, നിങ്ങൾ പോയി കിടന്നോളൂ. മാമൻ രാത്രി എണീറ്റ് പോകുമോ? ഇല്ല മോളെ. എന്നാൽ വാസുവേട്ടൻ ഊണ് കഴിക്കും. വേണ്ട, വിശപ്പില്ല, നിങ്ങൾ ഉള്ളിച്ച് കിടന്നോളൂ. ശരി, ഞാൻ പായ എടുത്തോണ്ട് വരാം. നല്ല ആളാ, പറയാതെ എണീറ്റ് പോകുന്നില്ലേ. ഞാൻ കാപ്പി കൊണ്ട് വന്നപ്പോ ആളില്ല. എന്തുമ്പോൾ അവിടെ എല്ലാം തിരക്കി നടക്കണമുണ്ടോ? വാസു, കയറ് പൊട്ടിക്കല്ലേ. വാസുവിനെ മുതലാളി വിളിക്കുന്നു. മുതലാളി എന്നെ വിളിച്ചത്? വാസു ഇന്നലെ റാട്ടുപുരയിലല്ലേ കിടന്നത്? അല്ല, പിന്നെ എവിടെയായിരുന്നു? സുമതിയുടെ വീടിന്റെ തിണ്ണയിൽ. വാസു, ഓ, എന്തു പറ്റി മുഖത്തൊരു പാട്? ഇന്നലെ ഒന്ന് വീണു. ദേ, എന്നെ വിളിക്കൊന്നും വേണ്ട. ഇന്നലെ ചായക്കട തല്ലുണ്ടാക്കിയിട്ടല്ലേ? ആരുമായിട്ടാ തല്ലുണ്ടാക്കിയത്? ഒരുത്തരം ഇവിടെ പുതിയതായി വന്നിട്ടുണ്ട്, ആ റാട്ടുപുരയില ജോലി. അവനെ ഇവിടുത്തെ രാജാവാകാൻ നോക്കിയ. എന്നാലും നിങ്ങൾ 2-3 പേരെ ഒറ്റയ്ക്ക് തല്ലി ഓടിച്ചപ്പോ എന്തായിരിക്കും അവന്റെ കരുത്ത്? എനിക്ക് അയാളെ ഒന്ന് കാണണം. താമസിയാതെ കാണിച്ചു തരാം. അവനെയല്ല, അവന്റെ ശവത്തെ. വാശിയുണ്ട്. മാമ വീട്ടിലേക്ക് വരുന്നില്ലേ? മാമ വരണം, വന്നല്ലേ ഞാൻ ചോറുന്നു. മോള് പൊക്കോ, മാമ വരാം. എടി പെണ്ണെ, ആവശ്യമില്ലാതെ വാശി പിടിക്കരുത്. മര്യാദയ്ക്ക് ചോറിനടി. ഞാൻ ഒന്നുമില്ല. ഞാൻ മാമനെ വിളിച്ചപ്പോ അമ്മയും വിളിച്ചിരുന്നേ മാമൻ വന്നേനെ. അങ്ങേര് നിന്റെ ആരാ? മാമൻ. ഹായ്, മാമൻ വന്നു, മാമൻ വന്നു. വാസോട്ടം വരാൻ കാത്തിരിക്കുകയായിരുന്നു. മോള് ചോറുണ്ണേ. മോളുണ്ടോളൂ, മാമ ഊണ് കഴിച്ചിട്ടാ വന്നത്. പറ്റില്ല, മാമൻ ഉണ്ടല്ലേ ഞാനും ഉണ്ണു. ഈ പെണ്ണ് വലിയ വാശിക്കാരിയാ. അല്പം ഉണ്ടോളൂ വാസോട്ട. ഓഹോ, മോൾ ആദ്യം ഉണ്ട്, എന്നിട്ട് മാമ.
ഇന്നാ പാല്